സാമുദായിക വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയായി CPM മാറിയെന്ന് NK പ്രേമചന്ദ്രൻ MP. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് വഴിവിട്ടുള്ള പ്രീണനം. CAA ബില്ലിനെ പാർലമെന്റിൽ മാരിഫ് മാത്രമാണ് എതിർത്തതെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കാണ് പ്രേമചന്ദ്രന്റെ മറുപടി. രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷമുള്ള മോദി അനുകൂല പ്രമേയത്തിനെതിരെ സംസാരിക്കാതെ എളമരം കരീം BMS സമ്മേളനത്തിന് പോയത് എന്തിനെന്നും NK പ്രേമചന്ദ്രൻ ചോദിച്ചു. പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണത്തിൽ പങ്കെടുത്തത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്ക്വാഡ് രൂപീകരിച്ച് CPM പ്രചരിപ്പിക്കുന്നതായും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇന്ന് കേരളത്തിൽ വർഗീയതയെ സാമുദായികമായി വർഗീയതയെ പ്രീണിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുന്നതിൽ മറ്റേതൊരു പാർട്ടിയേക്കാൾ മുമ്പിൽ നിൽക്കുന്നത് CPM. വഴിവിട്ടുള്ള പ്രോത്സാഹനങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളൊന്നും CAA എതിർത്തില്ല. മാരിഫ് എന്ന് പറഞ്ഞ ആലപ്പുഴയിൽ നിന്ന് പോയ ഒരാൾ മാത്രമാണ് അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ പരിശ്രമിച്ചത് എന്ന് അദ്ദേഹവും അവകാശപ്പെടാൻ പാടില്ല. ഈ മുഖ്യമന്ത്രി, അതും പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള CPMന്റെ മുഖ്യമന്ത്രിയും അവകാശപ്പെടാൻ, ഇതെല്ലാം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. തിരിച്ചുള്ള ചോദ്യം മുഖ്യമന്ത്രി മറുപടി പറയണം. എന്തുകൊണ്ട് രാമക്ഷേത്ര നിർമ്മാണം നടത്തിയതിന് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രമേയം സഭയിൽ വന്നപ്പോൾ അതിനേക്കാൾ എനിക്ക് പ്രധാനപ്പെട്ടതാണ് BMSന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞ് സമ്മേളനം പോലും ബഹിഷ്കരിച്ച് കോഴിക്കോടോ തൃശ്ശൂരോ പോയി ആ സമ്മേളനത്തിൽ പങ്കെടുത്ത എളമരം കരീം, അതിനും കൂടെ മറുപടി പറ. ദിലീപ് ദേവസ്യ വിശദാംശങ്ങളുമായി. ദിലീപ്, NK പ്രേമചന്ദ്രൻ പറയുന്നതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ്, പള്ളികൾ കേന്ദ്രീകരിച്ച് സ്ക്വാഡ് രൂപീകരിച്ച് പ്രധാനമന്ത്രിയുമായി ഉച്ചഭക്ഷണ പരിപാടിയിൽ NK പ്രേമചന്ദ്രൻ പങ്കെടുത്തത് CPM പ്രചരിപ്പിക്കുന്നു എന്നുള്ള, ആ നിലയിൽ സാമുദായിക വർഗീയത പ്രചരിപ്പിക്കുന്ന പാർട്ടിയായി CPM മാറിയിട്ടുണ്ട് എന്നാണ്. നികേഷ്, ഇന്ന് ഡോക്ടർ അരുൺകുമാറിൻ്റെ റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന അശ്വമേധം പരിപാടിയിലാണ് NK പ്രേമചന്ദ്രൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. 2009 പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രമേയത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇതിന് ശക്തമായി എതിർത്തത് താനാണെന്നും അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും താൻ കൊണ്ടു നടക്കുന്നതെന്നും പറഞ്ഞു. മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് വർഗീയത പറഞ്ഞുകൊണ്ട് ഇപ്പോൾ CPM രംഗത്തെത്തിയിരിക്കുന്നത്. CPM ഇപ്പോൾ വർഗീയത പരത്തുന്ന പാർട്ടിയായി മാറിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഇതിനെതിരെ, അതായത് പ്രേമചന്ദ്രൻ്റെ ഈ നരേന്ദ്രമോദിയുമായിട്ടുള്ള ഉച്ചഭക്ഷണത്തിൻ്റെ വർഗീയമായി കണ്ട് പള്ളികൾ കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക സ്ക്വാഡ് CPM പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണിപ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെ തകർക്കാനായിട്ട് ഈ CPM ശ്രമിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അന്ന് ആരിഫ് MP പ്രതികരിച്ചിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ അങ്ങനെ ഒന്നും തന്നെയില്ല. അന്ന് അദ്ദേഹം നിശബ്ദരായി നിൽക്കുകയായിരുന്നു എന്നാണ്. അക്കാര്യം മുഖ്യമന്ത്രി തന്നെ അറിയേണ്ടതുണ്ട്, മുഖ്യമന്ത്രി അക്കാര്യം ചോദിക്കേണ്ടതുണ്ട്. പിന്നെ ഈ BMSന്റെ ചർച്ചയിൽ എളമരം കരീം പോയത് അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ അതിനെതിരെ, അല്ലെങ്കിൽ NK പ്രേമചന്ദ്രൻ്റെ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് തനിക്കെതിരെ വലിയ തോതിൽ പ്രവർത്തിക്കുകയാണ്. NK പ്രേമചന്ദ്രനെതിരെ വർഗീയ പ്രചരണം നടത്തുന്നു എന്നാണ് ഇന്നിപ്പോൾ NK പ്രേമചന്ദ്രൻ പറയുന്നത്.